നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ സ്വദേശിവൽക്കരണം കടുപ്പിക്കുകയാണ്. ഇതിനു പിന്നാലെ നിരവധി പ്രവാസികൾ നാടുകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴിതാ ഏറെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം കുവൈറ്റ് വിട്ടത് 40,000 ഇന്ത്യൻ ഗാർഹിക തൊഴിലാളികളെന്നാണ് പുതിയ കണക്കുകളെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കുവൈറ്റ് വിട്ട ഗാർഹിക തൊഴിലാളികളിൽ 53% ഇന്ത്യക്കാരാണ്. 2020 ഡിസംബറിൽ 3,19,300 ഇന്ത്യൻ ഗാർഹിക തൊഴിലാളികളാണ് കുവൈറ്റിൽ ഉണ്ടായിരുന്നതെങ്കിൽ 2021 അവസാനമായപ്പോൾ ഇത് 2,79,590 കുറഞ്ഞു. 2020 അവസാനം കുവൈറ്റിൽ 6,68,600 ഗാർഹിക തൊഴിലാളികളാണ് ഉണ്ടായത്. ഇവരിൽ 42,360 വനിതാ തൊഴിലാളികളും 32,600 പുരുഷ തൊഴിലാളികളും കുവൈറ്റ് വിട്ടു. ഇന്ത്യക്കാർക്ക് പുറമെ ബംഗ്ലാദേശ്, ഫിലിപ്പീനുകൾ എന്നിവരും വലിയ രീതിയിൽ കുവൈറ്റിൽ നിന്ന് തിരികെ പോയിട്ടുണ്ട്. കോവിഡ് കാലത്ത് നിരവധി പേർ മടങ്ങിയതായിട്ടാണ് കുത്തനെയുള്ള കുറവിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഇതോടെ കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളുടെ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. അതേസമയം സൗദി അറേബ്യയിൽ കൂടുതൽ മേഖലകളിൽ രണ്ടാം ഘട്ട സ്വദേശിവൽക്കരണം നടപ്പാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നിരവധി വിദേശികൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സ്വകാര്യ മേഖലയിൽ തന്നെ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിനാരംഭിച്ച തൗത്തീൻ സ്വദേശിവൽക്കരണ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ രണ്ടാം ഘട്ട സ്വദേശിവൽക്കരണത്തിലൂടെ 1,30,000 തൊഴിലവസരങ്ങളെയാണ് ലക്ഷ്യമിടുന്നത്. 36 മാസമാണ് പദ്ധതിയുടെ കാലയളവ്. സ്വകാര്യ മേഖലയിലെ ടൂറിസം, ആരോഗ്യം, ഗതാഗതം, ലോജിസ്റ്റിക്സ്, വ്യവസായം, വാണിജ്യം, റിയൽ എസ്റ്റേറ്റ്, കെട്ടിട നിർമ്മാണം എന്നീ 6 മേഖലയിൽ 5,000 റിയാലിൽ കുറയാത്ത ശമ്പളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് പദ്ധതി. സ്വകാര്യ ടൂറിസം മേഖല 30,000, നിർമ്മാണം, റിയൽ എസ്റ്റേറ്റ് മേഖല 20,000, വ്യാവസായിക മേഖല 25,000, ഗതാഗത ലോജിസ്റ്റിക് മേഖല 20,000, ആരോഗ്യ മേഖല 20,000, വ്യാപാര മേഖല 15,000 പേർക്ക് തൊഴിൽ നൽകും. വൻകിട ഇടത്തരം കമ്പനികളും അതിവേഗം വളരുന്ന സ്ഥാപനങ്ങളുമായും നിരവധി കരാർ ഒപ്പിടുന്നതിലൂടെ ആയിരിക്കും ഇത് നടപ്പാക്കുക. കമ്പനികളുമായി ചേർന്ന് നിരവധി ജോലികളിൽ സ്വദേശികളെ നിയമിക്കാൻ നടപടിയുണ്ടാകും. പദ്ധതിയുടെ രണ്ടാം പതിപ്പിന്റെ മേൽനോട്ടം കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾക്ക് നൽകും. സ്വദേശികളായ യുവതീ യുവാക്കളെ സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങളിൽ നിയോഗിക്കുകയെന്നുള്ള ലക്ഷ്യത്തോടെ മാനവ വിഭവശേഷി മന്ത്രാലയം 2020 തൗത്തീൻ എന്ന പേരിൽ സ്വദേശിവൽക്കരണ പദ്ധതി ആരംഭിച്ചത്. 2021 അവസാനിക്കുന്നതിന് മുൻപ് ജോലി അന്വേഷിക്കുന്ന 1,15,000 പൗരന്മാർക്ക് രാജ്യത്തിലെ വിവിധ മേഖലകളിൽ വിവിധ തലങ്ങളിൽ ജോലി നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.